കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി അദ്ദേഹം E20 പെട്രോൾ അതായത് എത്തനോൾ മിക്സ് പെട്രോളിനെ കുറിച്ച് വാതോരാതെ സംസാരിക്കുന്നത് കേൾക്കാം. ഈ എത്തനോൾ മിക്സ് പെട്രോൾ അടിക്കുമ്പോൾ നിങ്ങളുടെ വാഹനത്തിന് എന്തെങ്കിലും പ്രശ്നം സംഭവിക്കുന്നുണ്ടോ? വിഷയം ഇപ്പോൾ സുപ്രീം കോടതിയിൽ എത്തിയിട്ടുണ്ട്. എന്താണ് ഈ സംഭവം എന്ന് നമുക്ക് പരിശോധിക്കാം. അതായത് ഈ പെട്രോളുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ ഒരു പൊതു താൽപ്പര്യ ഹർജി ഫയൽ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഉപഭോക്താക്കൾക്ക് എത്തനോൾ രഹിത ഇന്ധനം തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻ നൽകുന്നതുവരെ ഇത് നടപ്പിലാക്കരുതെന്ന് ഹർജിയിൽ ആവശ്യപ്പെടുന്നു. 20% എത്തനോൾ കലർന്ന പെട്രോൾ നടപ്പിലാക്കുന്നതിനെതിരെയാണ് ഈ പൊതു താൽപ്പര്യ ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത്. അഭിഭാഷകൻ അക്ഷയ് മൽഹോത്ര സമർപ്പിച്ച ഈ ഹർജി രാജ്യത്തെ ഇന്ധനത്തിന്റെ ഗുണനിലവാരത്തെയും ഉപഭോക്തൃ ആവശ്യങ്ങളെയും കുറിച്ച് വലിയ ചോദ്യമാണ് ഉയർത്തിയിരിക്കുന്നത്. അതായത് ഈ E20 ഇന്ധനം വാഹന എഞ്ചിനുകൾക്ക് അപകടകരമാണ് എന്നാണ് പറയുന്നത്. അത് ഒരുപക്ഷെ സത്യമായിരിക്കാം. കാരണം ഈ E20 പെട്രോൾ വന്നതിന് ശേഷം വാഹനങ്ങളുടെ പണി അതിഭീകരമായി കൂടിയിട്ടുണ്ട്. അതായത് വാഹനങ്ങൾ വർക്ക്ഷോപ്പിൽ കയറ്റാനല്ലാതെ ജനങ്ങൾക്ക് സമയമില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ കാരണം E20 പെട്രോളിനെ അനുസൃതമായിട്ടല്ല നമ്മുടെ വാഹനങ്ങളുടെ എഞ്ചിൻ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ എഞ്ചിനെ ചില ഭാഗങ്ങളും ഈ E20 പെട്രോളുമായി റിയാക്ട് ചെയ്യുന്നു എന്ന് ചില വർക്ക്ഷോപ്പ് ഉടമകൾ പോലും തുറന്ന് സമ്മതിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. 2023 ഏപ്രിലിന് മുമ്പ് ഇന്ത്യയിൽ നിർമ്മിച്ച വാഹനങ്ങളിൽ എത്തനോൾ കലർത്തിയ പെട്രോളിന് അനുയോജ്യമല്ല എന്നാണ് ഹർജിയിൽ പറയുന്നത്. അതായത് 2023 ഏപ്രിലിന് മുമ്പ് ഇന്ത്യയിൽ നിർമ്മിച്ച വാഹനങ്ങളാണ് എത്തനോൾ കലർത്തിയ പെട്രോളിന് അനുയോജ്യമല്ല. കാരണം ഈ പെട്രോൾ ഈ വണ്ടിക്കകത്തേക്ക് ഒഴിക്കുമ്പോൾ അത് ഈ പെട്രോൾ ടാങ്കുമായിട്ടുള്ള പല ലോഹങ്ങളുമായി ചേർന്ന് റിയാക്ട് ചെയ്യുന്നു എന്നൊക്കെയുള്ള പരാതികൾ ഇപ്പോൾ വ്യാപകമായി കേൾക്കുന്നതാണ്. എന്തായാലും കഴിഞ്ഞ 2 വർഷത്തിനിടെ നിർമ്മിച്ച BS4 അനുസൃത വാഹനങ്ങൾ പോലും 20% എത്തനോൾ മിശ്രിതം ചേർത്ത പെട്രോളിന് അനുയോജ്യമല്ല എന്നത് ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ്. വാഹന നിർമ്മാതാക്കളുടെയും ഗവേഷക സ്ഥാപനങ്ങളുടെയും റിപ്പോർട്ടുകൾ പ്രകാരം എത്തനോൾ മിശ്രിതം എഞ്ചിൻ ഭാഗങ്ങളുടെ നാശത്തിന് കാരണമാകുമെന്നും ഇന്ധനക്ഷമത കുറയ്ക്കുമെന്നും വാഹനത്തിൻ്റെ അകാല പരാജയത്തിന് കാരണമാകുമെന്നും ഹർജിയിൽ പറയുന്നു. E20 പെട്രോൾ കാരണം കാർ കേടായാൽ ഇൻഷുറൻസ് ആനുകൂല്യവും ലഭിക്കില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. എത്തനോൾ കലർന്ന ഇന്ധനം മൂലം ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്ക് ഇൻഷുറൻസ് കമ്പനികൾ പരിരക്ഷ നൽകില്ലെന്നും ഇത് ഉപഭോക്താക്കൾക്ക് പരിഹാരം നൽകില്ലെന്നും ഹർജിയിൽ ആരോപിക്കുന്നു. വാഹനങ്ങൾ എത്തനോൾ കലർന്ന പെട്രോളിന് അനുയോജ്യമല്ല. ഇത് വാഹനങ്ങൾക്ക് കേടുപാടുകൾ വരുത്തും. അതിനാൽ ഉപഭോക്താക്കൾ നിശ്ചിത വ്യവസ്ഥകൾ ലംഘിച്ചതിനാൽ ഇക്കാര്യത്തിൽ ഉന്നയിക്കുന്ന ക്ലെയിം നിർമ്മാതാക്കളോ ഇൻഷുറൻസ് കമ്പനിയോ പരിരക്ഷിക്കില്ല എന്ന് ഹർജിയിൽ വ്യക്തമായി പറയുന്നു. E20 പെട്രോൾ കാരണം നിങ്ങളുടെ വാഹനം തകരാറിലായാൽ അതിൻ്റെ അറ്റകുറ്റപ്പണികളുടെ ചെലവ് നിങ്ങൾ സ്വയം വഹിക്കേണ്ടി വരും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇന്ത്യയിലും പാശ്ചാത്യ രാജ്യത്തും E20 പെട്രോൾ ഉണ്ട്. പക്ഷേ അവർ തമ്മിലൊരു വ്യത്യാസമുണ്ട്. അതായത് ഇന്ത്യയിലുള്ള പെട്രോളും E20യും പാശ്ചാത്യ രാജ്യത്തുള്ള E20യും തമ്മിലൊരു വ്യത്യാസമുണ്ട്. US-ൽ 10% എത്തനോൾ കലർത്തിയ പെട്രോൾ സാധാരണമാണ്. എന്നാൽ അവിടെ എത്തനോൾ രഹിത പെട്രോളും ലഭ്യമാണ്. അതുപോലെ 5%വും 10%വും മിശ്രിതങ്ങളുള്ള ഇന്ധനങ്ങൾ വ്യക്തമായ ലേബലിങ്ങോടെ യൂറോപ്യൻ യൂണിയനും നിലവിലുണ്ട്. ഉപഭോക്താക്കളെ അറിയിക്കാതെയും ഇന്ധന ഘടനയുടെ ലേബലിങ്ങോ സൂചനയോ ഇല്ലാതെയും എത്തനോൾ കലർന്ന പെട്രോൾ മാത്രമേ ഇന്ത്യയിൽ ലഭ്യമാകൂ എന്നും ഇത് ഉപഭോക്താക്കളെ ആശയക്കുഴപ്പത്തിലാക്കുമെന്നും മറ്റ് മാർഗ്ഗങ്ങളൊന്നും തന്നെ ഇല്ലെന്നുമാണ് ഈ ഹർജിയിൽ പറയുന്നത്. അതായത് നമ്മളിപ്പോൾ അടിക്കുന്ന എല്ലാ പെട്രോളും എത്തനോൾ കലർന്നു വരുന്ന പെട്രോളാണ്. ഇത് അടിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും നമ്മുടെ വാഹനങ്ങൾ കേടാകും എന്ന് തന്നെയാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.